വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം കോഴിക്കോട് കല്ലായിപ്പുഴ നവീകരിക്കാൻ 12 കോടിയുടെ ടെൻഡറിന് അനുമതി നൽകി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ ഏറ്റവും മലിനമായ പുഴ കല്ലായിപ്പുഴയാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് ഒരാഴ്ച മുമ്പാണ് പുറത്തുവന്നത്. റിപ്പോർട്ടർ മിനി ലൈവത്തോൺ വഴി ഇക്കാര്യം ജനശ്രദ്ധയിൽ എത്തിച്ചിരുന്നു. കല്ലായി പുഴയിൽ മാലിന്യവും ചെളിയും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടു തുടങ്ങിയിട്ട് വർഷങ്ങളായി. മഴക്കാലത്ത് നഗരത്തിലെ വെള്ളക്കെട്ടിന് വഴിയൊരുക്കുന്നതും കല്ലായി പുഴയിലെ ഈ തടസ്സങ്ങളാണ്. 10 വർഷം മുൻപ് ചെറിയ തുകയ്ക്ക് തുടങ്ങാനിരുന്ന നവീകരണ പ്രവൃത്തി സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി കാത്തുകിടന്ന് ഇന്ന് 12 കോടി രൂപയിലെത്തി നിൽക്കുന്നു. പ്രതിഷേധം ശക്തമായതോടെ ഒടുവിൽ ടെൻഡർ വിളിക്കാൻ സർക്കാർ അനുമതി നൽകി. കോഴിക്കോട് കോർപ്പറേഷൻ 12 കോടി 77 ലക്ഷം രൂപ ഇതിനുവേണ്ടി അനുവദിച്ചെങ്കിലും 12 കോടിയുടെ ഭരണാനുമതി സർക്കാർ നൽകി എന്നുള്ളത് സന്തോഷകരമാണ്. കാരണം ഈ 27-ാം തീയതി ടെൻഡറിൻ്റെ കാലാവധി കഴിയുന്നതിനിടയിൽ തന്നെ 6 ദിവസം മുമ്പായിട്ട് തന്നെ ഭരണാനുമതി ലഭിച്ചത് സന്തോഷം. പക്ഷേ ഈ പ്രൊജക്റ്റ് പ്രകാരം ചെയ്യേണ്ടത് കടലിൽ കൊണ്ടുപോയി തള്ളാന്നുള്ളതാണ്. കാരണം 60 മീറ്റർ വീതിയിൽ 2 മീറ്ററിൽ ആഴത്തിൽ ചളിയെടുക്കേണ്ടതുണ്ട്. അതേപോലെ 4 മീറ്ററോളം വീതിയിലും ചളിയെടുത്ത് മാറ്റേണ്ടത്. ചളിയും മാലിന്യങ്ങളും മാത്രമല്ല കല്ലായിലുള്ള, കല്ലായിൽ കയ്യേറ്റങ്ങളും കൂടിയുണ്ട്. കല്ലായി പുഴയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ 2020 ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും തുടർ നടപടി വൈകുകയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.